ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ അറിയിച്ചിരുന്നു 20-ാം തീയതി തുടങ്ങുമെന്നായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ കലണ്ടർ പ്രകാരം 20-ാം തീയതി തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഡേറ്റിൽ മാറ്റം വന്നിരിക്കുകയാണ്. 18-ാം തീയതി തുടങ്ങി 26-ാം തീയതി തീരുന്ന രീതിയിലാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചോളം 18-ാം തീയതി തുടങ്ങി ഇംഗ്ലീഷാണ് ആദ്യ പരീക്ഷ. 19-ാം തീയതി മാത്സ് ആണ് വരുന്നത്. 20-ാം തീയതി ലാംഗ്വേജ് ആണ് വരുന്നത്. 21-ാം തീയതി സോഷ്യൽ സയൻസും ഉണ്ട്, ഹിന്ദിയുമുണ്ട്. 22-ാം തീയതി ഏതാണ് ലാംഗ്വേജ് വരുന്നുണ്ട്. ദെൻ 25-ാം തീയതി ഫിസിക്സ് ആണ്. 26-ന് കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. ആ രീതിയിലാണ്. അപ്പം 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാവിലെ ഉച്ച കഴിഞ്ഞും പരീക്ഷയുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു നേരം മാത്രമേ ഉള്ളൂ പരീക്ഷയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക. ടൈം ടേബിളൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെ പഠിക്കണം, എന്തുമാത്രം പഠിക്കണം എന്നുള്ളത് നമ്മൾ സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് രീതിയിൽ പഠിക്കുക. അപ്പം അതിനനുസരിച്ച് ടൈം ടേബിളൊക്കെ തയ്യാറാക്കുക കേട്ടോ. 9ാം ക്ലാസ്സിനും ഇതുപോലെ തന്നെയാണ് ടൈം ടേബിൾ നിങ്ങൾ നോക്കുക. 8ാം ക്ലാസ്സുകാരാണെന്നുണ്ടെങ്കിലും ടൈം ടേബിൾ അനുസരിച്ച് നോക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഗ്യാപ്പ് ഉണ്ടോ, ഓരോന്നിനും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. സമയമില്ല. SLC-കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയമില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മാക്സിമം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ടൈം ടേബിളൊക്കെ നോക്കി വെച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങുക കേട്ടോ.